ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് പോയിൻറ്റേഴ്സ് എന്നുള്ളത്. എന്താണ് പോയിൻറ്റേഴ്സ്? പോയിൻറ്റർ ഈസ് എ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് ഇൻ സിയിലെ ഒരു ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പാണ് പോയിൻറ്റർ എന്ന് പറയുന്നത്. പോയിൻറ്റേഴ്സ് കണ്ടെയ്ൻ മെമ്മറി അഡ്രസ് ആസ് ദ വാല്യൂ. സാധാരണ നമ്മൾ വേരിയബിൾസ് ഒക്കെ കാണും. ഇപ്പോൾ എക്സ് എന്നിട്ട് നമ്മളൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നു. സോ ആ വേരിയബിൾ എന്താ സ്റ്റോർ ചെയ്യുന്നത്? ഒരു ഡാറ്റയാണല്ലേ സ്റ്റോർ ചെയ്യുന്നത്, കോൺസ്റ്റൻറ്റോ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻ്റ് ഒക്കെ ആയിരിക്കും, ഒരു വാല്യൂ ആയിരിക്കും അത് സ്റ്റോർ ചെയ്യുന്നുണ്ടാവും അല്ലേ. ബട്ട് പോയിൻറ്റേഴ്സ് എന്തായിരിക്കും സ്റ്റോർ ചെയ്യുക? മെമ്മറി അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നത്. അതായത് സിയിൽ മെമ്മറി അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പോയിൻറ്റേഴ്സ്. പോയിൻറ്റേഴ്സിൽ അതിൻ്റെ വാല്യൂ ആയിട്ട് ഉണ്ടാകുന്നത് ഒരു മെമ്മറി അഡ്രസ്സ് ആയിരിക്കും. സാധാരണ വേരിയബിൾസ് എടുക്കുകയാണെങ്കിൽ അവിടെ വാല്യൂ ആയിട്ട് നമ്മൾ കോൺസ്റ്റൻസ് ഒക്കെ ഉണ്ടാവുക. സോ ഇതെന്തായിരിക്കും? ഒരു മെമ്മറി അഡ്രസ്സ് ആയിരിക്കും ഉണ്ടാവുക. സിൻസ് ദീസ് മെമ്മറി അഡ്രസ് ആർ ദ ലൊക്കേഷൻസ് ഇൻ കമ്പ്യൂട്ടർ മെമ്മറി where the program instructions and data are stored. യെസ്, ഈ മെമ്മറി അഡ്രസ്സ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി അഡ്രസ്സ്, അതായത് കമ്പ്യൂട്ടറിൻ്റെ അകത്ത് നമ്മളെ വാല്യൂസ് അല്ലെങ്കിൽ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസോ സ്റ്റോർ ചെയ്ത സെല്ലുണ്ടാവും. ആ സെല്ലിൻ്റെ അഡ്രസ്സ് ആയിരിക്കും ഈ മെമ്മറി അഡ്രസ്സ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, പോയിൻറ്റേഴ്സ് ക്യാൻ ബി യൂസ് ടു ആക്സസ് ആൻഡ് മാനിപ്പുലേറ്റ് ഡാറ്റ സ്റ്റോർഡ് ഇൻ ദാറ്റ് മെമ്മറി. ഓക്കെ, ഈ പോയിൻറ്റേഴ്സിൽ നമ്മൾ എന്ത് പറഞ്ഞു? മെമ്മറി അഡ്രസ്സാണ് സ്റ്റോർ ചെയ്യുന്നത്. സോ ഈ മെമ്മറി അഡ്രസ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ മെമ്മറി അഡ്രസ്സിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റാസിൻ്റെ അകത്ത് നമുക്കത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഇല്ലെങ്കിൽ ആ ഒരു ഡാറ്റ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡയറക്റ്റ് ആ ഒരു വാല്യൂവിനെ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നതിന് പകരം അതിൻ്റെ അഡ്രസ്സ് വെച്ചിട്ട് നമുക്ക് ആ അഡ്രസ്സിലുള്ള വാല്യൂവിനെ അക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ കത്തിൽ എന്ത് ചെയ്യുന്നത്? ഒരു അഡ്രസ്സില്ല. സോ അഡ്രസ്സ് വെച്ചിട്ടാണ് ഒരു പെർട്ടിക്കുലർ പേഴ്സണെ കത്തയച്ച് നമ്മൾ ഇൻഫോം ചെയ്യുന്നത് അല്ലേ. സോ അതേപോലെ തന്നെ ഇപ്പം നമ്മൾ സാധാരണ കേസിൽ x=5 എന്ന് പറഞ്ഞിട്ട്, സോ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നിക്കൽ നമുക്ക് ആ എക്സ് വേരിയബിൾ യൂസ് ചെയ്തിട്ട് ആ വേരിയബിളിൻ്റെ അകത്ത് നമുക്ക് എന്തെങ്കിലും ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പോയിൻറ്ററിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യും? അഡ്രസ്സ് സ്റ്റോർ ചെയ്യും. ഇപ്പോൾ x=5 എന്ന് പറയുന്നത് ഒരു വേരിയബിൾ എക്സ്, അതിൻ്റെ അകത്ത് നമ്മൾ 5 എന്ന വാല്യൂ കൊടുത്തു. സോ അതെന്ന് പറയുന്നത് എന്താണ്? ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തു. സോ മെമ്മറിയിൽ സ്റ്റോർ ചെയ്താൽ അതിൻ്റെ അതിൻ്റെ ആ ഒരു സെല്ലിൻ്റെ നെയിം എന്ന് പറയുന്നത്, നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്ന നെയിം എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അതിൻ്റെ അകത്തുള്ള വാല്യൂ, ആ സെല്ലിൻ്റെ അകത്തുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ 5 ആണ്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു അഡ്രസ്സ് അവിടെ ഉണ്ടാവും. അഡ്രസ്സ് ഇപ്പോൾ 1000 ആണ് കേക്ക്. സോ ഈ അഡ്രസ്സിൽ നമ്മൾ എന്ത് ചെയ്യും? വേറൊരു പോയിൻറ്ററിലേക്ക് സ്റ്റോർ ചെയ്യും. സോ ഇനി നമ്മളെന്തെങ്കിലും അതിൻ്റെ അകത്തുള്ള വാല്യൂ, അതായത് x=5, ആ എക്സിൻ്റെ അതിലുള്ള വാല്യൂനെ നമ്മളെന്തെങ്കിലും അൾട്ടർ ചെയ്യണമെങ്കിൽ നമുക്കെന്ത് ചെയ്യുക? ഈ അഡ്രസ്സ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ പോയിൻറ്റർ യൂസ് ചെയ്തിട്ടാകുമ്പം നമുക്ക് ഇപ്പം പോയിൻറ്ററിലുള്ള എന്താ ഉള്ളത്? x=5 എന്ന് ആ വാല്യൂ, അതായത് ഈ സ്റ്റോർ ചെയ്ത, അതായത് വേരിയബിളുണ്ട് എക്സ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ എവിടെയാണോ സ്റ്റോർ ചെയ്തത് അതിൻ്റെ അഡ്രസ്സ് ആയിരിക്കും ഈ പോയിൻറ്ററിൽ ഉണ്ടാവുക. സോ ഈ പോയിൻറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് എക്സിൻ്റെ വാല്യൂസിനെ എന്തെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അഡ്രസ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ആ അഡ്രസ്സിൽ സ്റ്റോർ ചെയ്ത വാല്യൂവിൽ എന്തെങ്കിലും ചേഞ്ചസ് അല്ലെങ്കിൽ ആ വാല്യൂവിനെ ആക്സസ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും. അതിനാണ് പോയിൻറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഒരു വാല്യൂവിനെ ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്യുന്നതിന് പകരം അഡ്രസ്സ് യൂസ് ചെയ്തിട്ട് അതിനെ ആക്സസ് ചെയ്യും. ഓക്കെ, മെമ്മറി അഡ്രസ് ആർ ദ ലൊക്കേഷൻസ് ഇൻ ദ കമ്പ്യൂട്ടർ മെമ്മറി വേർ ദ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡാറ്റ സ്റ്റോർഡ്. Pointers can be used to access and manipulate data stored in the memory. ആ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത ഡാറ്റനെ അക്സസ് ചെയ്യാനും ഇൻ കേസ് എന്തെങ്കിലും മാനിപ്പുലേഷൻ വരുന്നെങ്കിൽ ആ മാനിപ്പുലേറ്റ് ചെയ്യാനും പറ്റും. മാനിപ്പുലേഷൻ മീൻസ് എന്തെങ്കിലും ചേഞ്ച്. ഓക്കെ, എന്തൊക്കെയാണ് പോയിൻറ്റേഴ്സിൻ്റെ ബെനിഫിറ്റ്സ് നോക്കാം. പോയിൻറ്റേഴ്സ് ആർ മോർ എഫിഷ്യൻറ്റ് ഇൻ ഹാൻഡ്ലിംഗ് എറേസ് ആൻഡ് ഡാറ്റ ടേബിൾസ്. എറേസും ഡാറ്റ ടേബിൾസും ഹാൻഡിൽ ചെയ്യാൻ എഫിഷ്യൻ്റ് ആണ്. പോയിൻറ്റേഴ്സ് ക്യാൻ ബി യൂസ് ടു റിട്ടേൺ മൾട്ടിപ്പിൾ വാല്യൂസ് ഫ്രം എ ഫംഗ്ഷൻ വയ ഫംഗ്ഷൻ ആർഗ്യുമെൻറ്റ്. ഫംഗ്ഷൻ ആർഗ്യുമെൻറ്റിലൂടെ മൾട്ടിപ്പിൾ വാല്യൂസ് റിട്ടേൺ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. തേർഡ് വൺ, പോയിൻറ്റേഴ്സ് പെർമിറ്റ് റെഫറൻസസ് ടു ഫങ്ഷൻസ് ആൻഡ് ദെർബൈ ഫെസിലിറ്റേറ്റിംഗ് പാസിംഗ് ഓഫ് ഫങ്ഷൻസ് ആസ് ആർഗ്യുമെൻറ്റ് ടു അതർ ഫങ്ഷൻ. ഒരു ഫംഗ്ഷനെ നമുക്ക് മറ്റൊരു ഫംഗ്ഷനിൽ ആർഗ്യുമെൻ്റായിട്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിൻറ്റേഴ്സ് ഹെൽപ്പ് ചെയ്യും. The use of pointers array to character string result in saving data storage space in memory. അതായത് ക്യാരക്ടർ സ്ട്രിങ് റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പോയിൻറ്റേഴ്സ് array നമുക്ക് സ്പേസ് സ്റ്റോറേജിന് ഡാറ്റ സ്പേസ് സ്റ്റോറേജ് സേവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. Then pointers allow C to support dynamic memory management. Dynamic memory management support ചെയ്യുന്നുണ്ട്. Pointers provide an efficient tool
ഫോർ മാനിപ്പുലേറ്റിംഗ് ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചേഴ്സ്. ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചേഴ്സ് ആയ ലിങ്ക്ഡ് ലിസ്റ്റ്, ക്യൂ, ട്രീ, സ്റ്റാക്സ് ഒക്കെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിൻറ്റേഴ്സ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, പോയിൻറ്റേഴ്സ് റെഡ്യൂസ് സ്ട്രെങ്ത് ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിൻ്റെ ലെങ്ത്തും കോംപ്ലക്സിറ്റിയും റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിൻറ്റേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. They increase the execution speed and thus reduce the execution time. Execution speed increase ചെയ്യും. So execution speed increase ചെയ്യുമ്പോൾ execution time decrease ചെയ്യും. Okay. Then എന്താണ് pointers? Understanding pointer. A computer's memory is a sequential collection of storage cells. കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി എന്ന് പറയുന്നത് ഒരു സ്റ്റോറേജ് സെൽസിന് ഒരു സീക്വൻഷ്യൽ കളക്ഷൻ ആയിരിക്കും. ഓക്കെ, ഓരോ സെല്ലിന് നമ്മൾ എന്താ പറയുക, ബൈറ്റ് എന്ന് പറയും. ഇതുപോലെ ഉണ്ടാവും മെമ്മറി സെല്ല്, ഓരോ സെല്ലായിട്ട് ഉണ്ടാവും. ഓരോ സെല്ലിന് നമ്മൾ ബൈറ്റ് എന്ന് പറയും. ഓക്കെ, ഈച്ച് സെൽ കോമൺലി നോൺ ആസ് ബൈറ്റ് ഹാസ് എ നമ്പർ കോൾഡ് അഡ്രസ് അസോസിയേറ്റ്. ഓരോ സെല്ലിനും അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു നമ്പർ ഉണ്ടാവും. ഇപ്പോൾ ഒരു സെല്ലുണ്ട്, സെല്ലിന് സീക്വൻഷ്യലായിട്ട് അറേഞ്ച് ചെയ്തൊരു സെല്ല്, ആ സെല്ലിന് ഓരോ സെല്ലിന് നമ്മൾ ബൈറ്റ്സ് എന്ന് പറയും. ആ സെല്ലിന് അസോസിയേറ്റ് ആയിട്ട് ഒരു നമ്പർ ഉണ്ടാവും, അതാണ് അഡ്രസ്സ്. ഓക്കെ, ദ അഡ്രസ് ആൻഡ് നമ്പേഴ്സ് കോൺസിക്യൂട്ടീവ്ലി സ്റ്റാർട്ടിങ് ഫ്രം 0. അഡ്രസ്സ് എന്ന് പറയുന്നത് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആയിരിക്കും 0 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ദ ലാസ്റ്റ് അഡ്രസ് ഡിപ്പെൻഡ്സ് ഓൺ ദ മെമ്മറി സൈസ്. ആ മെമ്മറീൻ്റെ ലാസ്റ്റ് അഡ്രസ്സ് അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ആ മെമ്മറി സൈസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ദ കമ്പ്യൂട്ടർ സിസ്റ്റം ഹാവിങ് 64K memory will be its last address as 64K മെമ്മറിയിലൊരു കമ്പ്യൂട്ടർ സിസ്റ്റം ആണെങ്കിൽ അതിൻ്റെ മെമ്മറി സെല്ലിൻ്റെ ലാസ്റ്റ് അഡ്രസ്സ് എന്ന് പറയുമ്പം 65,535 ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് ഒരു മെമ്മറി എന്ന് പറയുന്നത്. മെമ്മറി സെൽ, ഒരു കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി സെല്ല് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക ചെയ്യുന്നത്. ഒരു മെമ്മറി സെൽ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ യൂണിറ്റ്സ് ആയിരിക്കും. ഓരോ സെല്ലിന് നമ്മൾ ബൈറ്റ്സ് എന്ന് പറയും. സോ അതിൻ്റെ അഡ്രസ്സ് എന്ന് പറയുമ്പോൾ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആയിരിക്കും. സോ ആ നമ്പേഴ്സ്, ഓക്കെ, സോ അഡ്രസ്സ് എന്ന് പറയുന്നത് എന്താണ്? അഡ്രസ്സിൻ്റെ ലാസ്റ്റ് അഡ്രസ്സ് എന്തിനാ ഡിനോട്ട് ചെയ്യും? അതിൻ്റെ സൈസ്, മെമ്മറി സൈസിനെ ഡിനോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ എക്സാമ്പിൾ ഫോർ പോയിൻറ്റ്. ഒരു പോയിൻറ്റിൻ്റെ എക്സാമ്പിൾ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇതിൻ്റെ എക്സ് ഇസ് ഈക്വൽ, സാധാരണ നമുക്കറിയാം എങ്ങനെയാണ് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക, ആ വേരിയബിളിലേക്ക് എങ്ങനെ ഒരു വാല്യൂസ് കൊടുക്കുക. ഓൾറെഡി നമ്മൾ വേരിയബിൾ ഡിക്ലറേഷനൊക്കെ കണ്ടതാണ് അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യും? ഇൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിളെ ഡിക്ലെയർ ചെയ്യും. ദെൻ മീൻസ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അതിൻ്റെ ഇനീഷ്യലൈസേഷൻ നടത്താം അല്ലേ. സോ ഇൻറ്റ് എക്സ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ എക്സിലേക്ക് ഒരു വാല്യൂ അസൈൻ ചെയ്യുന്നു. എക്സ് ഇസ് ഈക്വൽ ടു 547 എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ അസൈൻ ചെയ്യുന്നു. ഓക്കെ, ഹിയർ വേരിയബിൾ നെയിം എന്താണ്? എക്സ് ആണ്. അതിൻ്റെ അകത്തിലെ ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്? 547. സോ എക്സ് എന്ന വേരിയബിൾ നെയിം. സോ നമ്മൾ എന്ത് ചെയ്യും? മെമ്മറി അഡ്രസ്സ്, മെമ്മറി ഉണ്ട്, ആ ഒരു മെമ്മറി സെല്ലിൽ 547 സ്റ്റോർ ചെയ്തു. അതിൻ്റെ വേരിയബിൾ നെയിം എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. സോ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടാവും? അതിൻ്റെ ലൊക്കേഷൻ, അതായത് അതിൻ്റെ അഡ്രസ്സ് ഉണ്ടാവും. ദാറ്റ് ഈസ് 4000 എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഒരു PTR എന്ന് പറഞ്ഞൊരു പോയിന്റ് നമ്മൾ അസൈൻ ചെയ്യുന്നു. ഓക്കെ, PTR എന്ത് സ്റ്റോർ ചെയ്യും? ഈ എക്സ് ഇസ് ഈക്വൽ ടു 547 എന്ന് പറഞ്ഞിട്ട് ഈ 547 സ്റ്റോർ ചെയ്ത സെല്ലിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യും. ആരെയും? പോയിന്ററിൽ. ഓക്കെ, ദെൻ പോയിന്ററിൽ എന്താണ് ഉണ്ടാവുക? ഈ കോൺസ്റ്റൻറ്റിൻ്റെ, അതായത് ഈ എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ ഡാറ്റ എവിടെയാണോ സ്റ്റോർ ചെയ്തത്, അല്ലെങ്കിൽ എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ എവിടെയാണോ സ്റ്റോർ ചെയ്തത് അതിൻ്റെ അഡ്രസ്സാണ് ഉണ്ടാവുക. ആ അഡ്രസ്സ് പോയിന്ററിൽ സ്റ്റോർ ചെയ്തു. ഈ പോയിന്ററിൽ എന്ത് ചെയ്യും? അതിൻ്റേതായ ഒരു അഡ്രസ്സ് തന്നെ ഉണ്ടാവും. അതാണ് 4036 എന്ന് പറയുന്നത്. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 547. ഓക്കെ, ദെൻ അതിന് എന്ത് ചെയ്യും? ഒരു സെല്ലിലാണ്, ആ സെല്ലിന് എന്തുണ്ടാവും? ഒരു അഡ്രസ്സ് ഉണ്ടാവും. ഈ അഡ്രസ്സ് എടുത്തിട്ട് എവിടത്തേക്ക് സ്റ്റോർ ചെയ്യും? നമ്മൾ പോയിന്ററിലെ PTR എന്ന് പറഞ്ഞൊരു വേരിയബിൾ നെയിം കൊടുക്കും. ആ PTRലേക്ക് നമ്മൾ എന്ത് ചെയ്തു? അതിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യും. സോ നമ്മൾ ഇതും എഗെയിൻ ഒരു PTR സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? ഒരു സെല്ലിൽ തന്നെയാണ്. ആ സെല്ലിന് എന്തുണ്ടാവും? അതിന് കറസ്പോണ്ടിങ് ആയ അഡ്രസ്സ് ഉണ്ടാവും. ആ അഡ്രസ്സ് എവിടെ കാണിക്കുന്നത്? 4036 എന്ന് പറയുന്നത്. ഓക്കെ, according to the above figure, by the help of PTR variable, we stored the address of x in address 4036. Okay, what is a pointer variable? In the pointer variable നോക്കാം. We may access the value 547 by using either x. Yes, pointer variable ആണെന്ന് നമ്മൾ ഈ 547 എക്സ് ഇസ് ഈക്വൽ ടു 547 എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്തില്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം? ആ എക്സിൻ്റെ വാല്യൂ നമ്മൾ ഒന്നിക്കൽ എക്സ് യൂസ് ചെയ്തിട്ട് നമുക്കത് അസ് ചെയ്യാം, അല്ലെങ്കിൽ പോയിന്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പോയിന്റർ PTR എന്നിട്ട് യൂസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? ഈ 4000, അതായത് പോയിന്ററിൽ എന്താണോ ഏത് അഡ്രസ്സാണോ സ്റ്റോർ ചെയ്തത് ആ അഡ്രസ്സിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ ഏതാണെന്ന് നോക്കും. ആ അഡ്രസ്സിലേക്ക് പോയി അതിൻ്റെ വാല്യൂ നോക്കിയിട്ട് ആ വാല്യൂവിനെ അവരെന്ത് ചെയ്യും? യൂസ് ചെയ്യും, പോയിന്റർ യൂസ് ചെയ്യുമ്പോൾ. ഓക്കെ,
Yes, we may access the value 547 by using either the name x or the address 4000. ഒന്നിക്കൽ നമുക്ക് എക്സ് എന്ന വേരിയബിൾ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ആ വാല്യൂനെ അസ് ചെയ്യാം, അല്ലെങ്കിൽ അഡ്രസ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ വാല്യൂനെ അസ് ചെയ്യാൻ പറ്റും. രണ്ട് മെത്തേഡിൽ നമുക്ക് വാല്യൂനെ അസ് ചെയ്യാൻ വേണ്ടി പറ്റും. സിൻസ് മെമ്മറി അഡ്രസ്സസ് ആർ സിംപ്ലി നമ്പേഴ്സ്, they can be assigned to some variables. ഓക്കെ, മെമ്മറി അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പേഴ്സാണ്. സോ ആ മെമ്മറി അഡ്രസ്സിനെ നമുക്ക് ഇതുപോലെ വേറൊരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. സോ 4000 എന്ന് പറയുന്നത് എക്സ് സ്റ്റോർ ചെയ്ത മെമ്മറി അഡ്രസ്സാണ്. ആ അഡ്രസ്സിനെ നമ്മൾ എന്ത് ചെയ്തു, ഇതുപോലത്തെ ഒരു വേരിയബിൾ പി ടി എന്നുള്ളൊരു വേരിയബിളാണ് സ്റ്റോർ ചെയ്യുന്നത്. അത് ജസ്റ്റ് നമ്പേഴ്സാണ്. സോ നമുക്ക് ആ അഡ്രസ്സിന് എന്ത് ചെയ്യാം, ഒരു പോയിന്ററിലേക്ക്, അത് മീൻസ് എക്സ് പോലെ തന്നെ ഒരു വേരിയബിളാണ് പി ടി എന്ന് പറയുന്നത്. ആ വേരിയബിളിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ആ അഡ്രസ്സിനെ സ്റ്റോർ ചെയ്തു. അതവിടെ പറയുന്നത് സിൻസ് മെമ്മറി അഡ്രസ്സസ് ആർ സിംപ്ലി നമ്പേഴ്സ്, they can be assigned to some variables that can be stored in memory like any other variables. Yes, സാധാരണ ഒരു വേരിയബിൾ, സാധാരണ നമ്മൾ വാല്യൂസ് കൊടുക്കുന്ന വേരിയബിൾസ് ഇല്ല, നമ്മൾ കുറേ പറഞ്ഞു, ഇൻറ്റ്, ഇൻഡെക്സ്, ഫ്ലോട്ടെക്സ് ഒക്കെ ആയിട്ട് നമ്മൾ വേരിയബിൾ ഡിക്ലറേഷനും അതിനകത്ത് വാല്യൂസ് കൊടുക്കുന്നതൊക്കെ നമ്മൾ പഠിച്ചിന്. അതുപോലെ തന്നെ ഒരു വേരിയബിളാണ് പോയിൻ്റർ എന്ന് പറയുന്നത്. ബട്ട് പോയിൻ്ററിൽ എന്താ സേവ് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത് അവിടെ അഡ്രസ്സ് ആയിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ, such variables that hold memory address, മെമ്മറി അഡ്രസ്സ് ഹോൾഡ് ചെയ്യുന്ന വേരിയബിൾസ് ആണ് ഒരു വേരിയബിൾ. ആ വേരിയബിളിന് പി ടി ആർ കൊടുക്കണം എന്നല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം, നമ്മൾ വേരിയബിൾ നെയിം ഇഷ്ടമുള്ളത് കൊടുക്കാം. സോ ആ വേരിയബിളിൽ നമ്മൾ ഏത് വേരിയബിളാണ് യൂസ് ചെയ്യുന്നത്, ആ വേരിയബിളിൽ ഒരു അഡ്രസ്സാണ് സ്റ്റോർ ചെയ്യുന്നത്, ഒരു കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ വാല്യൂസിന് പകരം ഒരു വേരിയബിൾ അഡ്രസ്സാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ആ വേരിയബിൾസ് നമ്മൾ പറയുന്നതാണ് പോയിൻ്റർ വേരിയബിൾ എന്ന്. ഒരു അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്ന വേരിയബിളിനെ പറയുന്നതാണ് പോയിൻ്റർ വേരിയബിൾ എന്ന്. ഓക്കെ, a pointer variable is nothing but a variable that contains an address. പോയിൻ്റർ വേരിയബിൾ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഒരു വേരിയബിളാണ്. ആ വേരിയബിൾ എന്താ ഉണ്ടാവുക, അഡ്രസ്സ് ആയിരിക്കും ഉണ്ടാവുക. വിച്ച് ഈസ് ദ ലൊക്കേഷൻ, ആ അഡ്രസ്സ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ദ ലൊക്കേഷൻ ഓഫ് അനദർ വേരിയബിൾ ഇൻ മെമ്മറി. ആ അഡ്രസ്സ് എന്തിനാ മീൻ ചെയ്യുന്നതാണ്, വേറൊരു വേരിയബിളിൻ്റെ ലൊക്കേഷനെ മീൻ ചെയ്യുന്നതാണ്. യെസ്, ഈ പി ടി ആർ 4000 എന്നുള്ള അഡ്രസ്സ് ചെയ്യുന്ന മീൻ എക്സ് എന്ന് പറയുന്ന വാല്യൂ, എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ അഡ്രസ്സിനെയാണ് അത് മീൻ ചെയ്യുന്നത്, അല്ലേ? അതവിടെ പറയുന്നത് എ പോയിൻ്റർ വേരിയബിൾ ഈസ് നത്തിങ് ബട്ട് എ വേരിയബിൾ, അതും ഒരു വേരിയബിളാണ്. ദാറ്റ് കണ്ടെയ്ൻ ആൻ അഡ്രസ്. യെസ്, പി ടി ആർ എന്ന് പറഞ്ഞൊരു വേരിയബിൾ നെയിമാണ്, അതിൻ്റെ അകത്ത് അഡ്രസ്സാണ് ഉള്ളത്. ഓക്കെ, വിച്ച് ഈസ് എ ലൊക്കേഷൻ ഓഫ് അനദർ വേരിയബിൾ ഇൻ മെമ്മറി. ഇതെന്ന് പറയുന്നത് എയിനെ പോയിന്റ് ചെയ്യുന്നതാണ്, വേറൊരു വേരിയബിളിൻ്റെ അഡ്രസ്സ്, അല്ലേ? യെസ്, അതിനെ പോയിന്റ് ചെയ്യുന്നതാണ്. ഓക്കെ, accessing the address of a variable. ഒരു വേരിയബിളിൻ്റെ അഡ്രസ്സിനെ എങ്ങനെ അസ് ചെയ്യാം? The actual location of a variable in the memory is system dependent. ഒരു വേരിയബിളിൽ നമുക്ക് ഇപ്പം നമ്മൾ പറഞ്ഞു എക്സ് ഇസ് ഈക്വൽ ടു 5 എന്നായിട്ട് നമ്മൾ കൊടുത്തു. സോ നമ്മൾ എന്ത് ചെയ്യും, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മെമ്മറി അലോക്കേഷൻ അവിടെ നടക്കുമല്ലേ? ഇൻറ്റീജർ ഇൻറ്റിൻ്റെ ബേസ് ആയിട്ട് ഒരു മെമ്മറി അലോക്കേഷൻ, അതിൻ്റെ സൈസ് കൊടുത്തിട്ട് ഒരു മെമ്മറി അലോക്കേഷൻ അവിടെ നടക്കും. ബട്ട് ആ മെമ്മറീൻ്റെ നമ്പർ മീൻസ് മെമ്മറീൻ്റെ കറക്റ്റ് മെമ്മറി അഡ്രസ്സ് എത്രയാണെന്ന് നമുക്കൊരിക്കലും ഊഹിക്കാൻ പറ്റില്ല. കാരണം അത് സിസ്റ്റം കൊടുക്കുന്നതാണ്. മെമ്മറി ഏത് മെമ്മറിയിലാണ് അലോക്കേറ്റ് ചെയ്യുന്നത് അത് സിസ്റ്റം കൊടുക്കുന്നത്, നമുക്കൊരിക്കലും അത് ഏതാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, we can determine the address of a variable with the help of. സോ നമുക്കല്ലാണ്ട് ഇപ്പം ഡയറക്റ്റ് നമുക്ക് ആ മെമ്മറീൻ്റെ വാല്യൂ എത്തുന്നതെന്ന് അറിയാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, സോ നമുക്ക് എങ്ങനെ ഒരു വേരിയബിളിലേക്ക് അഡ്രസ്സിനെ അസൈൻ ചെയ്യാൻ നോക്കാം. അതിനുള്ള എന്താ മെത്തേഡ് നോക്കാം. We can determine the address of a variable with the help of the operator ampersand available in C. ഒരു വേരിയബിളിൻ്റെ അഡ്രസ്സ് നമുക്ക് എങ്ങനെ കിട്ടാം? ആംപർസാൻഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 5, എക്സിൻ്റെ അഡ്രസ്സ് നമ്മൾ വേണം. സോ എക്സിൻ്റെ അഡ്രസ്സിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ആംപർസാൻഡ് എക്സ് ആണ്. ആംപർസാൻഡ് എക്സ് എന്ന് മീൻ ചെയ്യുന്നത് എക്സ് എന്ന വേരിയബിൾ എവിടെയാണോ സ്റ്റോർ ചെയ്ത് ആ സ്റ്റോർ ചെയ്ത സെല്ലിൻ്റെ അഡ്രസ്സാണ് മീൻ ചെയ്യുന്നത്. എക്സ് എന്ന വേരിയബിൾ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും, അല്ലേ? സോ അതിൻ്റെ കറസ്പോണ്ടിങ് അഡ്രസ്സ് ആയിരിക്കും ആംപർസാൻഡ് എക്സ് എന്നിട്ട് മീൻ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ആംപർസാൻഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാകുമ്പോൾ നമുക്ക് ഏതൊരു വേരിയബിളിൻ്റെയും അഡ്രസ്സ് എടുക്കാൻ വേണ്ടി പറ്റും, അഡ്രസ്സ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി പറ്റും.
The operator ampersand immediately preceding a variable returns the address of the variable associated with it. Yes, ഒരു ആംപർസെൻ്റ് എന്നുള്ള സൈന് ഏത് വേരിയബിളിൻ്റെ ആണോ നമുക്ക് അഡ്രസ്സ് കിട്ടേണ്ടത് ആ വേരിയബിളിൻ്റെ മുന്നിൽ നമ്മൾ എന്ത് ചെയ്യുക ആംപർസെൻ്റ് സൈൻ ഇടുക. സോ നമുക്കെന്ത് റിട്ടേൺ ചെയ്യും ആ വേരിയബിൾ, അതായത് ഇപ്പോൾ എക്സ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ആണെങ്കിൽ ആ വേരിയബിൾ എവിടെയാണ് സ്റ്റോർ അതിൻ്റെ അഡ്രസ്സ് ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അതിൻ്റെ മുന്നിൽ ആംപർസെൻ്റ് എക്സ് എന്ന് ഇട്ടിട്ടാൽ നമുക്കെന്ത് റിട്ടേൺ ചെയ്യും ആ എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ എവിടെയാണോ സ്റ്റോർ ചെയ്യുന്നത് ആ സ്റ്റോർ ചെയ്ത സെല്ലിൻ്റെ അഡ്രസ്സ് നമുക്ക് റിട്ടേൺ ചെയ്യും. ഓക്കെ, പി ഈസ് ഈക്വൽ ടു ആംപർസെൻ്റ് ക്വാളിറ്റി. സോ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സ് ആയിരിക്കും ഇവിടെ സ്റ്റോർ ചെയ്യുന്നത് പീൻ്റെ അകത്ത് ഇപ്പം നിലവിലുള്ളത്. ഓക്കെ, വുഡ് ഐ സേ ദ അഡ്രസ്സ്. ഇപ്പം ക്വാണ്ടിറ്റി എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന 5000 അഡ്രസ്സിലാണെങ്കിൽ ആ അഡ്രസ്സ് നമുക്ക് എന്ത് ചെയ്യും കിട്ടും. ദെൻ പോയിൻ്റർ എങ്ങനെ ഡിക്ലെയർ ചെയ്യാൻ നോക്കാം. ഇൻ സി എവറി വേരിയബിൾ മസ്റ്റ് ബി ഡിക്ലെയർഡ് ഇറ്റ്സ് ടൈപ്പ്. നമുക്കറിയാം വേരിയബിളൊക്കെ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഡിക്ലെയർ ചെയ്യണം അല്ലേ. യെസ്, സിൻസ് പോയിൻ്റർ വേരിയബിൾ കണ്ടെയ്ൻ അഡ്രസ് ഓഫ് സെപ്പറേറ്റ് ഡാറ്റ ടൈപ്പ്. യെസ്, പോയിൻ്റർ വേരിയബിൾ എന്ന് പറയുന്നത് ഏത് ഡാറ്റാൻ്റെ അഡ്രസ്സാണോ അത് സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പം ഒരു ഫ്ലോട്ട് ഡാറ്റേൻ്റെ അഡ്രസ്സ് ആണെങ്കിൽ ആ പോയിൻ്ററിൻ്റെ പിന്നെ ഡാറ്റ ടൈപ്പ് ഫ്ലോട്ട് ആയിരിക്കും. ഇൻ കേസ് ഒരു ഇൻറ്റീജർ വേരിയബിളിൻ്റെ അഡ്രസ്സാണ് ആ പോയിൻ്റർ സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പോയിൻ്റിൻ്റെ ഡാറ്റ ടൈപ്പ് ഇൻറ്റീജർ ആയിട്ട് കൊടുക്കണം. ഓക്കെ, സിൻസ് പോയിൻ്റർ വേരിയബിൾ കണ്ടെയ്ൻ ദ അഡ്രസ് ഓഫ് സെപ്പറേറ്റ് ഡാറ്റ ടൈപ്പ് they must be declared before use. The declaration of pointer variable takes the following form. Syntax of declaration. Okay, first data type, then star use ചെയ്തിട്ട് നമ്മളൊരു പോയിൻ്റർ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുക. സ്റ്റാർ പോയിൻ്ററിൻ്റെ നെയിം എന്താ നെയിം വെച്ചാൽ അത് കൊടുക്കാം. ഇങ്ങനെ ഡിക്ലെയർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇൻറ്റ് സ്റ്റാർ പി. ഓക്കെ, ഇൻറ്റ് തന്നെ ഡാറ്റ ടൈപ്പ് സ്റ്റാർ പി. പി എന്ന് പറയുന്ന സ്റ്റാർ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ട ഓപ്പറേറ്ററാണ്. യെസ്, പോയിൻ്ററിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി സ്റ്റാർ യൂസ് ചെയ്യുക. സ്റ്റാർ എന്ന് പറഞ്ഞാൽ പോയിൻ്റർ ഡിനോട്ട് ചെയ്യുന്നത്. സോ പി എന്ന് പറയുന്ന പോയിൻ്ററിൻ്റെ നെയിം. ഇതെന്താ മീൻ ചെയ്യുന്നത്? ഇൻറ്റീജർ പോയിൻ്ററിനെയാണ് മീൻ ചെയ്യുന്നത്. ദെൻ ഫ്ലോട്ട് സ്റ്റാർ പി. ഫ്ലോട്ട് എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പാണ്. ദെൻ സ്റ്റാർ എന്ന് പറയുന്നത് നമ്മൾ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ദെൻ പി എന്ന് പറയുന്ന നമ്മളെ പോയിൻ്റർ നെയിം. Here declares the variable p as a pointer variable that points to an integer data type. Yes, int p എന്ന് പറയുന്നത് എന്താ? int star p എന്ന് പറയുന്നത് എന്താ? p എന്ന പോയിൻ്റർ വേരിയബിൾ പോയിൻ്റ് ചെയ്യുന്നത് ഒരു ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിനെയാണ്. ഒരു ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിൻ്റെ അഡ്രസ്സാണ് പിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, second example പറയുന്നത് declares the variable p as a pointer variable that points to float data type. float star p എന്ന് പറയുന്നത് ഏതിനെ പോയിന്റ് ചെയ്യുന്നത്? ഒരു ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിനെ പോയിന്റ് ചെയ്യുന്നതാണ്. ഇൻറ്റ് സ്റ്റാർ പി എന്ന് പറയുന്നത് പി എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിനെ പോയിന്റ് ചെയ്യുന്ന പോയിന്റാണ്. ഓക്കെ, പോയിൻ്റർ ഡിക്ലറേഷൻ്റെ സ്റ്റൈൽസ് നോക്കി എങ്ങനെയൊക്കെ പോയിൻ്റർ ഫസ്റ്റ് ഇൻറ്റ് കഴിഞ്ഞിട്ട് സ്റ്റാർ ഏതാ ഡാറ്റ ടൈപ്പ് കഴിഞ്ഞ പാട് അതിൻ്റെ കൂടെ തന്നെ സ്റ്റാർ ഇടുക. ഇൻറ്റ് സ്റ്റാർ ദെൻ സ്പേസ് ഇട്ടിട്ട് പി സെമിക്കോളൻ. ദെൻ അല്ലെങ്കിൽ ഇൻറ്റ് സ്പേസ് ഇട്ടിട്ട് സ്റ്റാർ പി എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. സെക്കൻഡ് സ്റ്റൈലേ. ദെൻ ഇൻറ്റ് സ്പേസ് സ്റ്റാർ സ്പേസ് പി ഇങ്ങനെയും കൊടുക്കാം. ബട്ട് പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇൻറ്റ് സ്റ്റാർ പി ആയിരിക്കും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ. This style is convenient to have. Yes, however, the style 2 is more popular due to the following reasons. Style 2 ആണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ this style is convenient to have multiple declaration in same statement. Yes, multiple declaration ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ കൺവീനിയൻറ്റ്. ഓക്കെ, ഇപ്പം ഓക്കെ സോ ഇപ്പം ഒരു ഡാറ്റ ടൈപ്പിൽ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ പിന്നെ പോയിൻറ്റേഴ്സ് നമുക്ക് ഡിക്ലെയർ ചെയ്യണമെങ്കിൽ ഏറ്റവും കംഫർട്ടബിൾ സെക്കൻഡ് സ്റ്റൈലാണ്. ഇവിടെ നോക്കി ഇൻറ്റ് സ്റ്റാർ പി കോമ എക്സ് കോമ സ്റ്റാർ ക്യൂ. ദിസ് സ്റ്റൈൽ മാച്ചസ് വിത്ത് ദ ഫോർമാറ്റ് യൂസ്ഡ് ഫോർ എൽസിങ് ടാർഗറ്റ് വാല്യൂസ്. ഓക്കെ, എങ്ങനെ ഇൻറ്റ് എക്സ് കോമ സ്റ്റാർ വൈ സ്റ്റാർ പി കോമ വൈ. എക്സ് ഈക്വൽ ടു 10. എക്സിന് 10 എന്ന വാല്യൂ കൊടുത്തു. വൈന് എന്ത് കൊടുത്തു? സ്റ്റാർ പി കൊടുത്തു. ഓക്കെ,
സ്റ്റാർ പിയിൽ എന്ത് കൊടുത്തു? 20 കൊടുത്തു. ദെൻ അടുത്ത് നമുക്ക് ഒരു പോയിൻ്റർ എങ്ങനെ ഇനീഷ്യലൈസ് ചെയ്യാൻ നോക്കാം. ആസ് ഓർഡിനറി വേരിയബിൾസ് ആർ ഇനീഷ്യലൈസ്ഡ് വിത്തിൻ ദ ഡിക്ലറേഷൻ പാർട്ട് ഓഫ് ദ പ്രോഗ്രാം. ഓർഡിനറി വേരിയബിൾസ് ഒക്കെ ഡിക്ലറേഷൻ പാർട്ടിൽ തന്നെ വേണം നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യാം അല്ലേ. ഇപ്പം ഇൻഡെക്സ് കൊടുത്താൽ അല്ലെങ്കിൽ ഇൻഡെക്സ് ഫസ്റ്റ് ലൈൻ കൊടുത്തു സെമിക്കോളൻ ടു എക്സ് ഈക്വൽ ടു 10 അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഇൻഡെക്സ് ഈക്വൽ ടു 10 എന്നിട്ട് കൊടുക്കാം അല്ലേ. The pointer variables can be initialized by accessing address of the variables that are used in the program. Okay, pointer initialization syntax നോക്കാം. Data type star ptr equal to expression, where data type എന്ന് പറയുന്നത് എന്താണ്? ഏത് ഡാറ്റ ടൈപ്പ് ആണ്? എന്നൊരു ഇൻറ്റോ ഫ്ലോട്ടോ വാട്ട് ഇറ്റ് ഇസ്. സ്റ്റാർ പി ടി ആർ എന്താണ്? പോയിൻ്റർ വേരിയബിൾ. എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒന്നിക്കൽ വേറൊരു വേരിയബിൾ ആവാം, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻ്റ് ആവാം. നോ പ്രോബ്ലം. ഓക്കെ, ഒരു പോയിൻ്റർ ഇനീഷ്യലൈസേഷൻ്റെ എക്സാമ്പിളായത് ഇൻറ്റ് ക്വാണ്ടിറ്റി. ഇൻറ്റ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ. ഇൻറ്റ് സ്റ്റാർ പി അത് ഒരു പോയിൻ്റർ ഡിക്ലറേഷനാണ്. യെസ്. ദെൻ പിയിലേക്ക് നമുക്ക് എന്ത് സ്റ്റോർ ചെയ്തു? ആംബർസെൻഡ് ക്വാണ്ടിറ്റീനെ സ്റ്റോർ ചെയ്തു. ആംബർസെൻഡ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫസ്റ്റ് ഡിക്ലെയർ ചെയ്ത ക്വാണ്ടിറ്റീൻ്റെ അഡ്രസ്സ് ആയിരിക്കും പിയിൽ സ്റ്റോർ ചെയ്യുക. ദെൻ സ്റ്റാർ പി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? ഈ അഡ്രസ്സിൽ, അതായത് പിയിൽ സ്റ്റോർ ചെയ്ത അഡ്രസ്സ്, ആ അഡ്രസ്സ് ഏത് വാല്യൂവിനാണോ പോയിൻ്റ് ചെയ്യുന്നത് ആ വാല്യൂവിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, the third line assigns the address quantity to pointer variable p. പിയിൽ ഇപ്പോൾ സ്റ്റോർ ചെയ്യുന്നത് ക്വാണ്ടിറ്റി എന്ന വേരിയബിളിൻ്റെ അഡ്രസ്സാണ്. ഓക്കെ, ഫസ്റ്റ് ഇൻറ്റ് സ്റ്റാർ പി എന്ന് പറയുന്നത് ഡിക്ലറേഷൻ, പി ഇസ് ഈക്വൽ ടു ആംബർസെൻഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇനീഷ്യലൈസേഷൻ. ഓക്കെ, ഇനി ഇൻവാലിഡ് ഇനീഷ്യലൈസേഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഫ്ലോട്ട് എ കോമ ബി. ഫ്ലോട്ട് എ കോമ ബി എന്ന് പറയുമ്പോൾ ഫ്ലോട്ട്, അതായത് എയും എ എന്ന വേരിയബിളും ബി എന്ന വേരിയബിളും ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിൽ നമ്മൾ ഡിക്ലെയർ ചെയ്തു. അത് കഴിഞ്ഞിട്ടൊന്നാണ് ഇൻറ്റ് എക്സ് കോമ സ്റ്റാർ പി. അതായത് ഒരു എക്സ് എന്ന വേരിയബിളും ഒരു പോയിൻ്റർ വേരിയബിളും നമ്മൾ ഇൻറ്റീജറായിട്ട് ഡിക്ലെയർ ചെയ്തു. ദെൻ പി ഈസ് ഈക്വൽ ടു, പിയിൽ എന്ത് സ്റ്റോർ ചെയ്തത്? ആംബർസെൻഡ് എ സ്റ്റോർ ചെയ്തു. ദാറ്റ് ഈസ് ഫ്ലോട്ടായിട്ട് ഡിക്ലെയർ ചെയ്ത വേരിയബിളിൻ്റെ അഡ്രസ്സ് നമ്മൾ ഇൻറ്റായിട്ട് ഡിക്ലെയർ ചെയ്ത പോയിൻ്ററിലേക്ക് സ്റ്റോർ ചെയ്തു. ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. വൈ? യെസ്, ബിക്കോസ് പി എന്ന പോയിൻ്റർ ഇൻറ്റീജർ ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. സോ പി എന്ന പോയിൻ്ററിൽ ഒരു ഇൻറ്റീജർ വേരിയബിളിൻ്റെ അഡ്രസ്സ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇവിടെ നമ്മൾ പി ഇൻറ്റീജറായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. ബട്ട് ഇപ്പം നമ്മൾ പിയിൽ എന്താ സ്റ്റോർ ചെയ്തിരിക്കുന്നത്? ഒരു ഫ്ലോട്ട് എന്ന വേരിയബിളിൻ്റെ അഡ്രസ്സാണ്. അതൊരിക്കലും പറ്റൂല. ഇൻറ്റീജറായിട്ട് ഡിക്ലെയർ ചെയ്ത പോയിൻ്റർ ആണെങ്കിൽ അതിൻ്റെ ഇൻറ്റീജർ വേരിയബിളിൻ്റെ അഡ്രസ്സേ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇൻറ്റീജർ വാല്യൂവിനെ അത് പോയിൻറ്റ് ചെയ്യുള്ളൂ, ഒരിക്കലും ഫ്ലോട്ട് വാല്യൂവിനെ പോയിൻറ്റ് ചെയ്യില്ല. സോ ഈ ഡിക്ലറേഷൻ ഫോൾട്ടാണ്. അത് ബി ഇസ് ഈക്വൽ ടു സ്റ്റാർ പി എന്ന് പറയുന്നത് പോസിബിൾ അല്ല. പി എന്ന് പറയുന്നത് ഇൻറ്റീജറാണ്, ബി എന്ന് പറയുന്നത് എന്താണ്? ഫ്ലോട്ടാണ്. That is also wrong. Okay, we will get errors output because we are trying to assign the address of float variable to an integer variable. Yes, float variable address നമ്മൾ integer variableലേക്ക് assign ചെയ്യാൻ നോക്കുന്നത്. Okay, it is not allowed in pointer assignment. Pointer assignment ഇത് allowed അല്ല. Next, int star p is equal to, yes, first നമ്മൾ pointer ഡിക്ലെയർ സ്റ്റാർ പി ഇസ് ഇക്വൽ ടു ആംബർസെൻഡ് എക്സ്. അത് കഴിഞ്ഞിട്ട് ആംബർസെൻഡ്, അത് പിയിൽ നമ്മൾ എന്ത് ചെയ്തു? എക്സിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നു. ബട്ട് എക്സ് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഡിക്ലെയർ ചെയ്യാണ്ട് അതിൻ്റെ അഡ്രസ്സ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. സോ അവിടെ സ്റ്റാർ പി ഈക്വൽ ടു ആംബർസെൻഡ് എക്സ് കഴിഞ്ഞിട്ട് നമ്മൾ എക്സ് ഡിക്ലെയർ ചെയ്യുന്നു. സോ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് എങ്ങനെയാണ്? ഫസ്റ്റ് നിന്ന് ലൈൻ ബൈ ലൈന് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കല്ലേ. സോ നമുക്ക് ഇൻറ്റ് സ്റ്റാർ പി ഈക്വൽ ടു ആംബർസെൻഡ് എക്സ് ആണ്. എക്സ് എന്ന് പറയുന്ന സംഭവം ഇപ്പം ഡിക്ലെയർ ചെയ്തിട്ടില്ല നിലവിൽ. സോ അവിടെ എറർ വരും.
നമ്മൾ പിയിലേക്ക്, അതായത് പോയിന്റിലേക്ക് എക്സിൻ്റെ അഡ്രസ്സ് കൊടുത്തതിന് ശേഷം നമ്മൾ എക്സ് ഡിക്ലെയർ ചെയ്യുന്നത്, അതൊരിക്കലും പോസിബിൾ അല്ല, അത് എറർ വരും. ഓക്കെ, ഇറ്റ് ഡിക്ലയർസ് എക്സ് ആസ് എൻ ഇൻറ്റീജർ വേരിയബിൾ, പി ആസ് എ പോയിന്റർ വേരിയബിൾ, ദെൻ അസൈൻ പി ടു ദ അഡ്രസ് ഓഫ് എക്സ്, എക്സിൻ്റെ അഡ്രസ്സിലേക്ക് പി അസൈൻ ചെയ്തു. ഫസ്റ്റ് വി മസ്റ്റ് ഡിക്ലെയർ എക്സ് ഫസ്റ്റ് ഡിക്ലെയർ ചെയ്യണം ബിഫോർ ഇനീഷ്യലൈസേഷൻ. ഇനീഷ്യലൈസേഷന് മുന്നേ, അതായത് ഒരു പോയിന്റിൻ്റെ അകത്ത് നമ്മളൊരു വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അതിനെ ഡിക്ലെയർ ചെയ്തിരിക്കണം. ഫസ്റ്റ് നമ്മളുടെ എക്സിനെ ഡിക്ലെയർ ചെയ്തിട്ട് മാത്രമേ എക്സിൻ്റെ അഡ്രസ്സ് പിയിലേക്ക് നമ്മൾ കൊടുത്തിട്ട് ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഓക്കെ, ഫസ്റ്റ് വി മസ്റ്റ് ഡിക്ലെയർ എക്സ് ബിഫോർ ഇനീഷ്യലൈസേഷൻ, ഹെൻസ് ദ എബോവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഗിവ്സ് ദ എറർസ് ഔട്ട്പുട്ട്. ഓക്കെ, നെക്സ്റ്റ് അസസിങ് എ വേരിയബിൾ ത്രൂ ഇറ്റ്സ് പോയിന്റ്. ഒരു പോയിന്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ വേരിയബിളിനെ അസസ് ചെയ്യാൻ നോക്കാം. We access the value of the variable by the help of pointer. Pointer യൂസ് ചെയ്തിട്ടാണ് വേരിയബിളിൻ്റെ ഉള്ള വാല്യൂവിനെ നമ്മൾ അസസ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഈസ് ഡൺ ബൈ അനദർ യൂണറി ഓപ്പറേറ്റർ ആസ്ട്രിക്. ആസ്ട്രിക് മീൻസ് സ്റ്റാർ, യൂഷ്വലി നോൺ ആസ് ഇൻഡയറക്ഷൻ ഓപ്പറേറ്റർ. സ്റ്റാർ പീറ്റ എന്ന് പറഞ്ഞിട്ട് നമ്മളതിനെ ഡിക്ലെയർ ചെയ്യുന്നതല്ലേ, സ്റ്റാർ പോയിന്റ് നെയിം. സോ ആ സ്റ്റാർ നമ്മൾ ആസ്ട്രിക് എന്ന് പറയാം, അതിന് നമ്മൾ ഇൻഡയറക്ഷൻ ഓപ്പറേറ്റർ എന്ന് പറയും. യെസ്, നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. ഇൻറ്റ് ക്വാണ്ടിറ്റി സ്റ്റാർ പി എൻ. ഓക്കെ, ദെൻ ക്വാണ്ടിറ്റിയിലേക്ക് 179 സ്റ്റോർ ചെയ്യും. ഓക്കെ, ക്വാണ്ടിറ്റി എന്ന വേരിയബിളിലേക്ക് 179 എന്ന വാല്യൂ സ്റ്റോർ ചെയ്തു. ദെൻ പി എന്ന വേരിയബിളിലേക്ക്, അതായത് ഒരു ഇൻറ്റീജർ വേരിയബിൾ അതല്ലേ സ്റ്റാർ പി, അപ്പോൾ സോറി ഇൻറ്റീജർ അല്ല, പോയിൻ്റർ വേരിയബിളാണ് അല്ലേ. സോ പി എന്ന പോയിൻ്റർ വേരിയബിളിലേക്ക് ഈ ക്വാണ്ടിറ്റി എന്ന നമ്മൾ അസൈൻ ചെയ്ത്, ക്വാണ്ടിറ്റി = 179 എന്ന അസൈൻ ചെയ്തിരിക്കുന്ന അതിൻ്റെ അഡ്രസ്സ്, ക്വാണ്ടിറ്റീൻ്റെ അഡ്രസ്സ് കൊടുക്കും. ദെൻ എൻ ഈസ് ഈക്വൽ ടു സ്റ്റാർ പി എന്ന് പറഞ്ഞാൽ, എൻ ഈസ് ഈക്വൽ ടു സ്റ്റാർ പി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, ഈ 79 ആയിരിക്കും കിട്ടുക. കാരണം ഇപ്പം പീൻ്റെ അകത്ത് ഉണ്ടാവുന്നതാണ് ക്വാണ്ടിറ്റീൻ്റെ അഡ്രസ്സ് അല്ലേ. സ്റ്റാർ പി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ അതിൻ്റെ അഡ്രസ്സിലേക്ക് പോയി, അതായത് ക്വാണ്ടിറ്റീൻ്റെ അഡ്രസ്സിലേക്ക് പോയി, അതായത് ക്വാണ്ടിറ്റിയിലെത്തിയിട്ട് അതിൻ്റെ അകത്തുള്ള വാല്യൂസിനത് എസ് ചെയ്യും. ഓക്കെ, അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ദ ഫസ്റ്റ് ഡിക്ലെയർസ് ക്വാണ്ടിറ്റി ആൻഡ് എൻ ആസ് ഇൻറ്റീജർ വേരിയബിൾ ആൻഡ് പി ആസ് പോയിൻ്റർ വേരിയബിൾ. അല്ല, ഫസ്റ്റ് നമ്മൾ എന്തിനേയും ക്വാണ്ടിറ്റീനെയും എന്നിനെയും ഇൻറ്റീജർ വേരിയബിളായിട്ടും പി എന്നതിനെ പോയിൻ്റർ വേരിയബിളായിട്ടും ഡിക്ലെയർ ചെയ്തു. ഫസ്റ്റ് ലൈൻ അതാണ് ചെയ്യുന്നത്. സെക്കൻഡ് ലൈൻ അസൈൻസ് ദ വാല്യൂ 179 ടു വേരിയബിൾ ക്വാണ്ടിറ്റി. ക്വാണ്ടിറ്റി എന്ന വേരിയബിളിലേക്ക് 179 എന്ന വാല്യൂ അസൈൻ ചെയ്തു. ഓക്കെ, ദ തേർഡ് ലൈൻ അസൈൻസ് ദ അഡ്രസ് ഓഫ് വേരിയബിൾ ക്വാണ്ടിറ്റി ടു ദ പോയിൻ്റർ വേരിയബിൾ പി. പി എന്ന പോയിൻ്റർ വേരിയബിളിലേക്ക് ക്വാണ്ടിറ്റി വേരിയബിളിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്തു അല്ലേ. ക്വാണ്ടിറ്റി എവിടെയാണോ സ്റ്റോർ ചെയ്തതിന് അതിൻ്റെ അഡ്രസ്സ് നമ്മൾ പി എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. ദെൻ ദ ഫോർത്ത് ലൈൻ കണ്ടെയ്ൻസ് സ്റ്റാർ ഓപ്പറേറ്റർ. സ്റ്റാർ ഓപ്പറേറ്റർ ഉണ്ടല്ലേ ഫോർത്ത് ലൈനിൽ, n is equal to star p എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇൻ ദിസ് കേസ് സ്റ്റാർ പി റിട്ടേൺസ് ദ വാല്യൂ ഓഫ് വേരിയബിൾ ക്വാണ്ടിറ്റി. സ്റ്റാർ പി എന്ന് റിട്ടേൺ ചെയ്യാം. പി റിട്ടേൺ ചെയ്യുന്നത് ക്വാണ്ടിറ്റീൻ്റെ അഡ്രസ്സ് ആയിരിക്കും. സ്റ്റാർ പി റിട്ടേൺ ചെയ്യുന്നത് സ്റ്റാർ പി റിട്ടേൺ ചെയ്യുന്നത് 179 ആയിരിക്കും. അതായത് പീൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത അഡ്രസ്സിൻ്റെ വാല്യൂ, പീൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത അഡ്രസ്സ് ഏതാണ്, ക്വാണ്ടിറ്റീൻ്റെ അഡ്രസ്സാണ്. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞ വേരിയബിളിൽ മീൻസ് ആ ക്വാണ്ടിറ്റീൻ്റെ അഡ്രസ്സിൽ എന്നാ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക 179 അല്ലേ. സോ 179 എന്ന വാല്യൂ ആയിരിക്കും എൻ എടുക്കുക, സ്റ്റാർ പി എടുക്കുക 179 എന്ന വാല്യൂ ആയിരിക്കും. ഓക്കെ, ദ ഫോർത്ത് ലൈൻ കണ്ടെയ്ൻസ് സ്റ്റാർ ഓപ്പറേറ്റർ. ഇൻ ദിസ് കേസ് സ്റ്റാർ പി റിട്ടേൺസ് ദ വാല്യൂ ഓഫ് വേരിയബിൾ ക്വാണ്ടിറ്റി, ദ വാല്യൂ ഓഫ് എൻ. സോ വാല്യൂ ഓഫ് എൻ എന്തായിരിക്കും 179 ആയിരിക്കും. ഓക്കെ, പീൻ്റെ അകത്ത് ഈ 179 അഡ്രസ്സ് ഉണ്ടാവും. ഓക്കെ, സ്റ്റാർ പീൻ്റെ അകത്തോ ആ അഡ്രസ്സിലെ വാല്യൂ, അതായത് 179 സ്റ്റോർ ചെയ്ത അഡ്രസ്സ് ഉണ്ടാവും. ആ അഡ്രസ്സിൻ്റെ വാല്യൂ എന്നാണ് 179 അല്ലേ. ആ അഡ്രസ്സ് സ്റ്റോർ ചെയ്ത വാല്യൂ എന്ന് 179. ആ 179 ആയിരിക്കും എവിടെ ഉണ്ടാവുക, സ്റ്റാർ പിയിൽ ഉണ്ടാവുക. സോ n is equal to 179 നമുക്ക് കിട്ടുക. The two statements n is equal to ampersand quantity, n is equal to star p. This is equivalent to n is equal to star ampersand quantity എന്ന് പറഞ്ഞതിന് ഇക്വലൻ്റ് ആണ്. ഇങ്ങനെ എഴുതാം, n is equal to star ampersand quantity എന്ന് പറഞ്ഞ് എഴുതിയാലും നമുക്ക് കിട്ടുന്നതാണ്
സ്റ്റാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അല്ല ആംബർസൺ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി എന്ന വേരിയബിൾ സ്റ്റോർ ചെയ്ത അഡ്രസ്സ്. അവിടെ സ്റ്റാർ വരുമ്പോൾ ആ അഡ്രസ്സിലെ വാല്യൂ അതായത് 179 ആസ് ചെയ്യുക. ഓക്കെ, വിച്ച് ഇൻ റിട്ടേൺ ഈസ് ഈക്വലൻ ടു n ഈസ് ഈക്വൽ ടു ക്വാണ്ടിറ്റി എന്നതിന് ഈക്വലൻ്റ് ആയിരിക്കും. ഓക്കെ, സ്റ്റാർ പി എന്തിനാണ് ആസ് ചെയ്യുന്നത്? ക്വാണ്ടിറ്റിയിലെ വാല്യൂവിന് 179 ആണ്. സോ എന്നും എന്തിനാണ് ആസ് ചെയ്യുന്നത്? ക്വാണ്ടിറ്റീൻ്റെ വാല്യൂവിനെ തന്നെയല്ലേ. സോ അതുകൊണ്ട് n ഈസ് ഈക്വൽ ടു ക്വാണ്ടിറ്റി എന്നതിന് ഈക്വലൻ്റ് ആണ് നമ്മൾ ഈ കൊടുക്കുന്നത്. n ഈസ് ഈക്വൽ ടു സ്റ്റാർ പി എന്നത് n ഈസ് ഈക്വൽ ടു ക്വാണ്ടിറ്റി എന്നതിന് ഈക്വലൻ്റ് ആണ്. ഓക്കെ, ഓപ്പറേറ്റേഴ്സ് യൂസ്ഡ് ഇൻ പോയിൻറ്റേഴ്സ് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ്. ഒന്ന് ആംബർസെൻഡ് എന്തിനാണ്? അഡ്രസ് ഓപ്പറേറ്റർ എന്ന് പറയും. അഡ്രസ് അല്ലെ ആംബർസെൻഡ് ആണ്. ആൻഡ് അഡ്രസ് ഓപ്പറേറ്റർ ഗീവ്സ് ദ അഡ്രസ് ഓഫ് ദ വേരിയബിൾ. ഒരു വേരിയബിളിൻ്റെ അഡ്രസ്സ് ഗീവ് ചെയ്യാൻ എന്ത്? അഡ്രസ് ഓപ്പറേറ്റർ. ദെൻ ഇൻഡയറക്ഷൻ ഓപ്പറേറ്ററോ ദാറ്റ് ഈസ് സ്റ്റാർ അല്ലെങ്കിൽ ആസ്ട്രിക് എന്ന് പറയും. ദ ഇൻഡയറക്ഷൻ ഓപ്പറേറ്റർ ഗീവ്സ് ദ വാല്യൂ ഓഫ് ദ വേരിയബിൾ ദാറ്റ് ദ പോയിൻറ്റർ ഈസ് പോയിൻറ്റ് ടു. പോയിൻറ്റ് എന്ന വേരിയബിളിൻ്റെ വാല്യൂ നമുക്ക് തരും. ഏത്? ആസ്ട്രിക്. ഇനി നമുക്ക് പ്രോഗ്രാം എക്സാമ്പിൾ നോക്കാം. ഹാഷ് ഇൻക്ലൂഡ് stdio.h void main, then ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ഇൻറ്റ് IVAR I വേരിയബിൾ ഈസ് ഈക്വൽ ടു 486 എന്നായിട്ട് കൊടുത്തു. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്തു? ഇൻറ്റ് സ്റ്റാർ IPTR എന്ന് പറഞ്ഞിട്ട് ഒരു പോയിൻ്റ് വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, IPTR നമ്മൾ എന്ത് ചെയ്തു? IVARൻ്റെ അഡ്രസ്സ് കൊടുത്തു. അതായത് 486 സ്റ്റോർ ചെയ്ത 486 എന്ന് പറഞ്ഞിട്ടൊരു സെല്ലിൽ നമ്മൾ എന്ത് ചെയ്യും? IVAR എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ, ആ വേരിയബിളിൻ്റെ വാല്യൂ ആയിട്ട് 486 സ്റ്റോർ ചെയ്തു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു അഡ്രസ്സ് ഉണ്ട്. ആ അഡ്രസ്സ് IVARൻ്റെ അഡ്രസ്സ് നമ്മളിവിടെ കൊടുത്തു, IPTRലേക്ക് കൊടുത്തു. ഓക്കെ, ഫസ്റ്റ് പ്രിൻ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് അഡ്രസ് ഓഫ് IVARൻ്റെ അഡ്രസ്സ് നമ്മൾക്ക് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി വന്നു. IPTR എന്താ? IPTR ഇപ്പോൾ എന്താ വാല്യൂ ഉള്ളത്? IPTR ഈക്വൽ ടു ആംബർസൺ IVAR അല്ലേ. അതായത് 486 സ്റ്റോർ ചെയ്ത സെല്ലിൻ്റെ അഡ്രസ്സാണ് വേണ്ടത്. അതായത് IVAR സ്റ്റോർ ചെയ്ത സെല്ലിൻ്റെ അഡ്രസ്സ്, അതാണ് ആംബർസൺ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, സോ അതിൻ്റെ അഡ്രസ്സ് എന്താ വെച്ചാൽ ആ അഡ്രസ്സ് നമുക്ക് പ്രിൻറ്റ് ചെയ്തു. അതെന്താണ്? അഡ്രസ് ഓഫ് IVAR ഈസ് ഈക്വൽ ടു 4056 ആയിട്ട് പ്രിൻറ്റ് ചെയ്ത് തരും. അടുത്താണ് വരുന്നത് ദ കണ്ടൻറ്റ് ഓഫ് IVARൻ്റെ കണ്ടൻറ്റ് നമുക്ക് എടുക്കണമെങ്കിൽ നമുക്ക് എന്തെടുത്താൽ മതി? സ്റ്റാർ IPTR കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ 486 ആസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, IVAR എന്ന് പറയുന്നത് ഒരു വേരിയബിൾ, ആ വേരിയബിളിൻ്റെ വാല്യൂ ആണ് 486. ദെൻ അതിനൊരു അഡ്രസ്സ് ഉണ്ടാവും. ഓക്കെ, ദെൻ ഇൻറ്റ് IPTR എന്ന് പറയുന്നതോ? ഇൻറ്റ് IPTR എന്ന് പറയുന്നത് ഒരു പോയിൻ്റ് വേരിയബിളാണ്. IPTRൽ IVARൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യും. ദാറ്റ് ഈസ് ആംബർസൻ്റെ IVAR എന്ന് വെച്ച് സ്റ്റോർ ചെയ്യും. സോ IPTR എടുത്താൽ നമുക്കെന്താ കിട്ടുക? അതായത് 486ൻ്റെ അഡ്രസ്സ് അല്ലെങ്കിൽ IVARൻ്റെ അഡ്രസ്സാണ് കിട്ടുക. സ്റ്റാർ IPTR കൊടുത്താലോ IVARലെ വാല്യൂ തന്നെ കിട്ടുക, 486ത്തെ വാല്യൂ തന്നെ കിട്ടുക. IPTR കൊടുത്താൽ അഡ്രസ്സ് കിട്ടും, സ്റ്റാർ IPTR കൊടുത്താൽ എന്തായിരിക്കും? ആ അഡ്രസ്സിലെ വാല്യൂ ദാറ്റ് ഈസ് 486 തന്നെ കിട്ടും സ്റ്റാർ IPTR കൊടുത്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ, the program example for pointer initialization. Hash include stdio.h void main int m star ptr. Okay, m-ന് 279 കൊടുത്തു. ptrലേക്ക് m-ൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്തു. then print of the content of the variable m-ൻ്റെ അതിലുള്ള വേരിയബിൾ കണ്ടന്റ് എന്താണ്? ഈസ് ഈക്വൽ ടു സ്റ്റാർ ptr എന്ന് കൊടുത്തു. സ്റ്റാർ ptr എന്ന് പറയുമ്പോൾ m-ൻ്റെ അതിലുള്ള വാല്യൂവിനെ തന്നെയാണ് എടുക്കുന്നത് അല്ലേ. അപ്പം 270 ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക അല്ലേ. ഓക്കെ, PTR കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 270, അതായത് m സ്റ്റോർ ചെയ്ത് അഡ്രസ്സ് കിട്ടും. സ്റ്റാർ PTR കൊടുത്തിട്ടുണ്ടെങ്കിലോ m-ൻ്റെ അതിലെ വാല്യൂവിനെ തന്നെ കിട്ടും, 270 കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്തു? പോയിൻ്റ് ഇനീഷ്യലൈസ് ചെയ്തു. സ്റ്റാർ PTRൻ്റെത് 434 ആയിട്ട് മാറ്റി.
ഇനി നമ്മൾ എമ്മിൻ്റെ അതായത് സ്റ്റാർ പി ടി ആറിൽ ഇപ്പോൾ നമ്മൾ മാറ്റം വരുത്തുന്നത്. എമ്മിൽ ഡയറക്റ്റായിട്ട് മാറ്റം വരുത്താൻ നമ്മൾ സ്റ്റാർ പി ടി ആറിൻ്റെ അകത്ത് മാറ്റം വരുത്തി. സോ ഇനി നമ്മൾ എമ്മിൻ്റെ കണ്ടൻറ്റ് പ്രിൻറ്റ് ചെയ്താൽ പ്രിൻറ്റ് ചെയ്യുന്നു. ദെൻ the content of the variable m after initialization is equal to %d/n സ്റ്റാർ പി ടി ആണ് നമ്മൾ കോൾ ചെയ്യുന്നത്. സ്റ്റാർ പി ടി ആണ് കോൾ ചെയ്താൽ നമുക്കെന്താ കിട്ടുക? 434 ആണ് കിട്ടുക. കാരണം സ്റ്റാർ പി ടി ആറിൽ നമ്മൾ എമ്മിൽ ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തു? സ്റ്റാർ പി ടി ആറിൽ ചേഞ്ച് ചെയ്തി. സോ ആ ചേഞ്ച് എവിടെ എഫക്റ്റ് ചെയ്യും? എമ്മിൽ തന്നെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, സോ നമുക്ക് അസസ് ചെയ്യാനും പറ്റും. ഇൻ കേസ് നമുക്കത് മാനിപ്പുലേഷൻ ചെയ്യണമെങ്കിൽ അതും പറ്റും. അതായത് അഡ്രസ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ അസസ് ചെയ്യാം, എങ്ങനെ അതിൻ്റെ അകത്തുള്ള വാല്യൂസ് മാനിപ്പുലേറ്റ് ചെയ്യാം, അതിന് വേണ്ടിയിട്ട് നമ്മൾ പോയിൻ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പോയിൻ്ററിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഇത്രയൊക്കെയാണ് പഠിക്കാനുള്ളത്. ഇൻ കേസ് എന്തെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.